കുടലിന് ശസ്ത്രക്രിയ നടത്തിയിട്ട് മാസങ്ങളായിട്ടും റംലത്ത് ഇതുവരെയും ജീവിതത്തിലേക്ക് മടങ്ങി വന്നില്ല. ശസ്ത്രക്രിയ നടത്തിയ എറണാകുളം ജനറൽ ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെ കൈക്കൂലി ആരോപണവുമായി കുടുംബം രംഗത്ത് വന്നു. അതേസമയം ആരോപണം തള്ളുകയാണ് ആശുപത്രി അധികൃതർ. എനിക്ക് ഭർത്താവില്ല, ഉമ്മയില്ല, ബാപ്പയില്ല, ആങ്ങളമാരാരുമില്ല. എല്ലാവരും മണ്ണിൻ്റെ അടി പോയി പോടേന്നവരാ. എനിക്ക് വേദന കൊണ്ട് കിടക്ക മരിക്കണവൻ എന്തോരം വേദനയുടെ ഗുളികളാന്നാ കഴിക്കണം. ഇങ്ങനെ മലദ്വാരത്തിൽ കൂടി രക്തം പോകുന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേദനകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ കണ്ട് ഡോക്ടർ മരുന്നുകളൊക്കെ എടുത്തിരുന്ന് ആ മരുന്നുകളെല്ലാം കഴിച്ചിട്ട് കുറവുണ്ടായിരുന്നില്ല. അങ്ങനെ അയാൾ പറഞ്ഞത് ക്യാൻസർ ആണെന്ന്. തൊഴിലുറപ്പ് ജോലിക്ക് പോയാണ് എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശിയായ റംലത്ത് കുടുംബത്തിന് താങ്ങായിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഇടുത്തി പോലെ രോഗം പിടിമുറുക്കിയത്. ക്യാൻസർ ആണെന്ന സംശയത്തെ തുടർന്ന് ഡോക്ടർ സജി മാത്യു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞാണ് കുടലിലെ മുഴയുടെ സാമ്പിൾ പരിശോധിക്കുന്നതും ക്യാൻസർ ഇല്ലെന്ന് സ്ഥിരീകരിക്കുന്നതും. ഈ ഓപ്പറേഷന് വേണ്ടിയിട്ട് എൻ്റെ പെങ്ങള് ഡോക്ടറിൻ്റെ പ്രൈവറ്റ് റൂമിൽ കൊണ്ടുപോയിട്ട് 4000 രൂപ കൈക്കൂലി കൊടുത്തായിരുന്നു. അതിനുശേഷമാണ് ഓപ്പറേഷൻ നടത്തിയത്. വയറിന് പുറത്തെ ബാഗിലേക്ക് കുടൽ ഭാഗം ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇവിടം ഇൻഫെക്ഷൻ വന്ന് വികൃതമായ അവസ്ഥയിലും. ശസ്ത്രക്രിയ ചെയ്ത് 3 മാസത്തിനു ശേഷം വീണ്ടും മറ്റൊരു ശസ്ത്രക്രിയയിലൂടെ കുടൽ പഴയ രീതിയിലാക്കാം എന്നായിരുന്നു ആദ്യം ഇവരോട് പറഞ്ഞിരുന്നത്. എന്നാൽ പല കാരണങ്ങളാൽ ഓപ്പറേഷൻ തീയതി നീണ്ടുപോയി. കുടുംബം ജനറൽ ആശുപത്രിയിലെ ചികിത്സയിൽ തൃപ്തരല്ല എന്ന് പറഞ്ഞപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിരുന്നു എന്നാണ് ഡോക്ടർ സജി മാത്യൂസ് പറയുന്നത്. ഈ സെയിം സർജറി ചെയ്യാനായിട്ട് ഈ പേഷ്യന്റ് മുമ്പ് 6 പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. 7ാമതായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അന്നേരം അവർക്ക് അനസ്തീഷ്യ ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ അത് സർജറി ചെയ്യണം. അന്നേരം ഒത്തിരി ബഹളം വെച്ച് കഴിഞ്ഞപ്പം പറഞ്ഞു, അന്നേരം നിങ്ങൾ ഒരു കാര്യം മെഡിക്കൽ കോളേജിൽ പോയി ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ റെഫർ മെഡിക്കൽ കോളേജ്. എറണാകുളം സെൻട്രൽ പോലീസിൽ റംലത്തിന്റെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും തുടരുമ്പോഴും രോഗക്കിടക്കയിൽ കിടന്ന് ദുരിതമനുഭവിക്കുകയാണ് റംലത്ത്. ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിതമാണ് തങ്ങൾക്ക് ആവശ്യമെന്ന് പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ അപേക്ഷിക്കുന്ന ഈ കുടുംബത്തോടൊപ്പം നിന്ന് ക്യാമറാമാൻ VS രാഹുലിനൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി.